ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നവരുടെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും? പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് അത് പണമാണെന്നാണ്. ബിഗ് ബോസും ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തില് ഒന്ന് പണവും രണ്ട് പ്രശസ്തിയുമാണ്. വീടിനകത്ത് 100 ദിവസം ചെലവഴിക്കുന്നതിനായി മത്സരാർത്ഥികൾക്ക് പതിനായിരക്കണക്കിന് രൂപയാണ് പ്രതിഫലമായി കിട്ടുന്നത്. അങ്ങനെ ദിവസങ്ങൾ കൂടുതൽ നിൽക്കുന്ന അനുസരിച്ച് താരങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുമായിട്ടാണ് പുറത്തേക്ക് പോകാനും പറ്റുന്നത്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6ലെ മത്സരാർത്ഥികളുടെ പ്രകടനം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതിനെ വിലയിരുത്തി വിന്നറാവാൻ സാധ്യതയുള്ളത് ആരായിരിക്കും എന്നതിനെ പറ്റി പോലും പ്രവചനങ്ങള് ഇതിനകം തുടങ്ങി കഴിഞ്ഞു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. എന്നാൽ കഴിഞ്ഞ സീസണുകളിലെ എടുത്തു നോക്കുമ്പോൾ ബിഗ് ബോസ് കാരണം ജീവിതം മാറിയ അപൂർവമായിട്ടുള്ളവരേ ഉള്ളൂ. ഒരു സീസൺ ഷോ കഴിയുന്നത് വരെ പലതും ചർച്ചയാകാറുണ്ടെങ്കിലും അടുത്ത സീസൺ തുടങ്ങുന്നതോടെ ആ ഓളമൊക്കെ അങ്ങ് തീരും. ഇത്തരത്തില് മുൻ സീസണുകളിലെ മത്സരാർത്ഥികളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അവൈലബിളുമാണ്. ഇനി ബിഗ് ബോസ് സീസൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാബുമോൻ മാത്രമായിരുന്നു അതിലെ സ്റ്റാർ അല്ലേ? നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുന്നേ? മറ്റ് മത്സരാർത്ഥികളെ സംബന്ധിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ശാപമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുന്നേ എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാവരും അവരുടെ മേഖലയിൽ സ്റ്റാർസ് തന്നെ ആയിരിക്കാം. എന്നാല് ബിഗ് ബോസിൽ വന്ന് മത്സരിച്ചിട്ട് ജയിച്ചാലും തോറ്റാലും പുറത്തു പോയാലും പോകുന്നത് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപേ അവർക്കുണ്ടായിരുന്ന ആ സ്റ്റാർ തന്നെയാണ്. ആരും അവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് സാബുമോന്റെ കാര്യം തന്നെയാണ്. ആ വ്യക്തി മാത്രമാണ് നേരെ വിപരീതമായത്. ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തരികിട സാബുവായ നമ്മുടെ സാബു അണ്ണൻ തിരികെ ഇറങ്ങിയത് ആ തരികിട എന്ന പേര് മാറ്റി ഫാൻസുമായിട്ടാണ് വീട്ടിലേക്ക് പോയത്. മണിക്കുട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമയായിട്ട് കറങ്ങി നടന്നൊരു മനുഷ്യനായിരുന്നു. ഇപ്പോ സിനിമയുമില്ല, ഒന്നുമില്ല. അതുപോലെ ഫിറോസ്, രജിത് കുമാർ, അരിസ്റ്റോ സുരേഷ്, രഞ്ജിനി, പേളി, ഫക്രു, സാജു നവോദയ, അങ്ങനെ പോകുന്നു ലിസ്റ്റ്. എന്നാൽ ബിഗ് ബോസിന് ശേഷമാണ് അഖിൽമാരാരുടെ ലൈഫ് സെറ്റ് ആയതെന്നാണ് അവരുടെ ആരാധകർ പറയുന്നത്. പുതിയ 3 കാറ്, സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. സിനിമ ഡയറക്ഷനെ പറ്റി ചോദിക്കുമ്പോൾ ഉടനെ ഇല്ല എന്നാണ് അഖിൽമാരാർ പറയുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന നല്ല ഒരു സബ്ജക്റ്റ് ആയിട്ടേ ഉള്ളൂ എന്നും അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി എന്നെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.